നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തെ 23,576 തദ്ദേശ വാർഡുകളിലേക്ക് മത്സരിക്കാൻ ലഭിച്ചത് 1,80,550 പേരുടെ പത്രികകൾ. ഇതിൽ 57,227 പേർ സ്ത്രീകളും 51,352 പേർ പുരുഷന്മാരും. സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായി. തിങ്കളാഴ്ച പത്രിക പിൻവലിക്കാനുള്ള അവസരം. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ സൂക്ഷ്മ പരിശോധനയിൽ 2 പേരുടെ പത്രിക തള്ളി. മൊന്തലാകുന്ന ഡിവിഷൻ LDF സ്ഥാനാർത്ഥി സബിത സദാനന്ദൻ, എടക്കഴിയൂർ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി MC സബിത എന്നിവരുടെ പത്രികയാണ് തള്ളിയത്. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പൂർണ്ണകായ പ്രതിമ 3 വർഷത്തിനുശേഷം തലപ്പൊക്കം വീണ്ടെടുത്തു. നവീകരണം പൂർത്തിയാക്കിയ പ്രതിമയുടെ സമർപ്പണം നാളെ നടക്കും. ചാവക്കാട് സാന്ത്വന തീരത്ത് ആയിരങ്ങൾ പങ്കെടുത്ത ഭാരത പ്രവേശന തിരുനാൾ ഭക്തി നിർഭരം. മാർ തോമസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950 ജൂബിലി വർഷത്തിൽ പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഒരുക്കിയത് വിപുലമായ പരിപാടികൾ. വാർത്തകൾ വിശദമായി. സൂക്ഷ്മ പരിശോധനയും കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തെ 23,576 തദ്ദേശ വാർഡുകളിലേക്ക് മത്സരിക്കാൻ ലഭിച്ചത് 1,80,550 പേരുടെ പത്രികകൾ. ഇതിൽ 57,227 പേർ സ്ത്രീകളും 51,352 പേർ പുരുഷന്മാരുമാണ്. ഒരു ട്രാൻസ്ജെൻഡറും പത്രിക നൽകി. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ലയിലാണ്, 13,595. കുറവ് വയനാട്ടിലും. അവസാന ദിവസമായ ഇന്നലെ മാത്രം 45,652 പേർ പത്രിക നൽകി. ലഭിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് പൂർത്തിയായി. അതാത് വരണാധികാരികളാണ് സൂക്ഷ്മ പരിശോധന നടത്തിയത്. ഒരു സ്ഥാനാർത്ഥിയോ സ്ഥാനാർത്ഥിക്കു വേണ്ടിയോ ഒന്നിലധികം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ചാണ് പരിശോധിച്ചത്. തുടർന്ന് സ്വീകരിച്ച പത്രികകളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിച്ചു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ചയാണ്. അന്ന് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും. റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസുകളിലും സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 6ാം വാർഡിലെ മത്സരത്തിന് ഇക്കുറി ഒരു പ്രത്യേകതയുണ്ട്. CPIM-നും കോൺഗ്രസിനുമായി ഇക്കുറി രംഗത്തിറങ്ങുന്നത് മുൻപ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ചവരുടെ ബന്ധുക്കളാണ്. 2 തവണ കലാനഗർ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള കോൺഗ്രസ് നേതാവും മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ AM മൊയ്തീന്റെ മകൾ ഷൈജ മൊയ്തീൻ UDF-നായും സിറ്റിംഗ് മെമ്പർ PK അസീസിന്റെ സഹധർമ്മിണി സാഫിറ അസീസ് LDF-നായും മത്സരിക്കാനിറങ്ങുന്നു എന്നതാണ് ഈ വാർഡിലെ മത്സരം ശ്രദ്ധേയമാക്കുന്നത്. CPIM-നെയും കോൺഗ്രസിനെയും മാറി മാറി വിജയിപ്പിച്ചിട്ടുള്ള വാർഡിൽ നിന്ന് ഇക്കുറി മത്സരത്തിനിറങ്ങാൻ 2 പാർട്ടികളും സാഫിറയെയും ഷൈജയെയും നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. പാർട്ടിയും മുന്നണിയും തങ്ങളിൽ അർപ്പിച്ച വിശ്വാസം വിജയത്തിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് സാഫിറയും ഷൈജയും. ഷൈജ മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും സാഫിറയ്ക്ക് ഇത് കന്നി അംഗമാണ്. പിതാവിന്റെ പിൻഗാമിയായി കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ കലാനഗറിനെ പ്രതിനിധീകരിക്കാനൊരുങ്ങുന്ന ഷൈജ തികഞ്ഞ പ്രതീക്ഷയിലാണ്. പിതാവ് ഈ വാർഡിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നും അത് തനിക്ക് വോട്ടായി മാറുമെന്നുമാണ് ഷൈജയുടെ വിലയിരുത്തൽ. മറ്റൊരു പഞ്ചായത്തിൽ മുൻപ് അംഗമായി പ്രവർത്തിച്ചതിന്റെ അനുഭവ സമ്പത്ത് തനിക്ക് ഗുണം ചെയ്യുമെന്നും ഷൈജ കരുതുന്നു. ഇതൊന്നും എനിക്കില്ല. ഇപ്പം നാട്ടുകാർക്ക് ചെയ്തു കൊടുത്ത എല്ലാ സഹായങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരും മനസ്സിലുള്ളതുകൊണ്ട് അവർ 2 കൈ നീട്ടി പന സ്വീകരിച്ച പോലെ എന്നെ സ്വീകരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് വേറൊരു പഞ്ചായത്തിലാണെങ്കിലും 5 കൊല്ലം മെമ്പറായിരുന്നിട്ടും പിന്നെ ടീച്ചറായിട്ട് അതുപോലെ തന്നെ സഹകരണ സംഘം ഡയറക്ടറായിട്ട് ഒക്കെ എല്ലാം പ്രവൃത്തി നാട്ടുകാർക്ക് വേണ്ടിയെല്ലാം ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയമുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പുതിയതായിട്ടെന്ന് പറയാനൊരു ഇത് അങ്ങനെയല്ല. ഞാൻ ഈ രംഗത്ത് തന്നെയുള്ള ആളാണ്, ജനങ്ങൾക്കൊപ്പമുള്ള ആൾ തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം വാർഡിൽ ഇടതുപക്ഷ ഭരണസമിതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കായാണ് സാഫിറ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. റോഡുകൾ, കുടിവെള്ള പദ്ധതികൾ, വഴിയോര വിശ്രമ കേന്ദ്രം,
ഹോമിയോ ഡിസ്പെൻസറി, അങ്കണവാടി തുടങ്ങി 1.5 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ വാർഡിൽ നടന്നത്. വികസന തുടർച്ചയ്ക്കായാണ് താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും ജനങ്ങൾ കൂടെയുണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും സാഫിറ അസീസ് വ്യക്തമാക്കി. കഴിഞ്ഞ നീണ്ട 10 വർഷങ്ങളുണ്ടായ ഈ നാട്ടിൽ ഒരുപാട് വികസനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കലാനഗർ വാർഡിൽ 1.5 കോടിയുടെ വികസനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ ഫലമായി റോഡിൻ്റെ ഭാഗമായാലും കുടിവെള്ള പദ്ധതിയും ഹോമിയോ ഡിസ്പെൻസറി അതുപോലെ അംഗൻവാടി അതിന് ഉപരിയായി കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. നാടിൻ്റെ വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ വികസനത്തിന് വേണ്ടി ഇനിയും ഞാൻ മുന്നോട്ട് ഉണ്ടാവും. ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം സേവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രചരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി കൂടുതൽ വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് ഷൈജയും സാഫിറയും. പിതാവിന്റെ പിൻഗാമിയായി മത്സരിക്കാനിറങ്ങിയ ഷൈജയ്ക്കും ഭർത്താവിന്റെ പാത പിൻപറ്റി ജനസേവനത്തിനിറങ്ങിയ സാഫിറയും വിജയം മുന്നിൽ കണ്ടാണ് പ്രചരണ രംഗത്ത് മുന്നേറുന്നത്. കുന്നംകുളം നഗരസഭയിലെ 39 വാർഡുകളിൽ മത്സരിക്കുന്നതിന് നാമനിർദ്ദേശ പത്രിക നൽകിയത് 386 പേർ. നഗരസഭാ കാര്യാലയത്തിലെ റവന്യൂ, മരാമത്ത് എന്നീ വിഭാഗങ്ങളുടെ ഓഫീസിലാണ് പത്രിക സ്വീകരിച്ചത്. മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ ഡമ്മി സ്ഥാനാർത്ഥികളുടെ കൂടി നാമനിർദ്ദേശ പത്രിക കൂടി നൽകിയതിനാലാണ് പത്രികകളുടെ എണ്ണം ഉയർന്നത്. സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ എന്നിവ കഴിഞ്ഞ ശേഷം മത്സരരംഗത്ത് അവശേഷിക്കുന്നവരുടെ ചിത്രം തെളിയും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്ന ഇന്നലെ നഗരസഭയിൽ തിരക്കുണ്ടായി. വൈകിട്ട് 3-ന് ഓഫീസിൽ ഹാജരുള്ളവർക്കെല്ലാം ടോക്കൺ നൽകിയ ശേഷം ഓഫീസിന്റെ വാതിൽ അടച്ചു. വ്യാഴം, വെള്ളി ദിവസങ്ങളിലായാണ് കൂടുതൽ പത്രിക ലഭിച്ചത്. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ SDPI സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വാർഡ് 1 ആഷിഖ് A1, വാർഡ് 5 സാബിറ മുനീർ, വാർഡ് 22 നജീബ് KN, വാർഡ് 23 ഫസി ഫസൽ, വാർഡ് 24 നാസർ KM, വാർഡ് 32 മുജീബ് കുന്നത്ത്, വാർഡ് 33 സുറുമി മുജീബ് എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. SDPI മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമിസ് അബൂബക്കർ, വൈസ് പ്രസിഡന്റ് ദിലീപ് അത്താണി, സെക്രട്ടറി ഹാരിസ്, നസീബ്, റഫീദ്, അലി നൈനാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇനി ദേശചരിതം. മാറി മാറി LDFും UDFും ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എരുമപ്പെട്ടി. ഇടത് വലതു പാർട്ടികൾക്ക് കൃത്യമായ സംഘടനാ സംവിധാനമുള്ള എരുമപ്പെട്ടിയുടെ മണ്ണിൽ സ്വാധീനമുണ്ടാക്കാൻ BJP കൂടി ഇറങ്ങുന്നതോടെ ഇക്കുറി തീപാറും പോരാട്ടമാണ് നടക്കുന്നത്. ചെങ്ങാലിക്കോടന്റെ പെരുമയുള്ള ചെങ്ങഴി നാട്, മച്ചാട് മലകളിൽ നിന്നും ഉത്ഭവിച്ച് ഗ്രാമത്തെ തഴുകി തലോടിയൊഴുകുന്ന വടക്കാഞ്ചേരി കേച്ചേരി പുഴ. ശാന്തസുന്ദരമാണ് എരുമപ്പെട്ടി ഗ്രാമം. എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം അത്രയങ്ങ് ശാന്തമല്ല. അതിനാൽ തന്നെ ശക്തമായ പോരാട്ടത്തിനായിരിക്കും ഇത്തവണ എരുമപ്പെട്ടി സാക്ഷ്യം വഹിക്കുക. തലപ്പള്ളി താലൂക്കിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് 32.12 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. 18 വാർഡുകളാണ് നിലവിലുള്ളത്. വാർഡ് വിഭജനത്തിൽ ഒരു വാർഡ് വർദ്ധിച്ച് 19 ആയിട്ടുണ്ട്. കിഴക്ക് കാഞ്ഞിരക്കോടും പടിഞ്ഞാറ് കരിയന്നൂരുമാണ് പഞ്ചായത്തിന്റെ അതിർത്തികൾ. തലപ്പള്ളി, കുന്നംകുളം താലൂക്കുകളിലായിട്ടാണ് വാർഡുകൾ സ്ഥിതി ചെയ്യുന്നത്. 30,000 പഞ്ചായത്തിലെ ആകെ ജനസംഖ്യ. ഭൗമസൂചിക പദവി ലഭിച്ച ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴയുടെ ജന്മനാട് എന്ന പ്രശസ്തിയും എരുമപ്പെട്ടിക്കുണ്ട്. ഇന്ത്യയിലെ അതിപ്രശസ്തമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രവും എരുമപ്പെട്ടിയെ അടയാളപ്പെടുത്തുന്ന സ്തംഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മങ്ങാട് സെന്റ് ജോർജ് പള്ളിയും കുതിരവേലയ്ക്ക് പേരുകേട്ട മങ്ങാട് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രവും എരുമപ്പെട്ടി ജുമാ മസ്ജിദും തിരുഹൃദയ ഫൊറോന ദേവാലയവുമെല്ലാം മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രങ്ങളാണ്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന സർക്കാർ വിദ്യാലയവും വടക്കാഞ്ചേരി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത് എരുമപ്പെട്ടിയിലാണ്. രാഷ്ട്രീയപരമായി നോക്കിയാൽ UDFനും LDFനും ഒരുപോലെ സ്വാധീനമുള്ള മണ്ണാണ് എരുമപ്പെട്ടി. ഇരുമുന്നണികളും പഞ്ചായത്ത് മാറി മാറി ഭരിച്ചിട്ടുണ്ട്. നിലവിൽ ഭരണം നടത്തിയിരുന്നത് LDF ആയിരുന്നു. S ബസന്തലാൽ ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. 10 CPMും 8 കോൺഗ്രസ് അംഗങ്ങളുമാണ് ഭരണസമിതിയിലുണ്ടായിരുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകിയ 2015 ഭരണസമിതിയിൽ ഒരു BJP അംഗവും ഇടം നേടിയിരുന്നു. നിലവിലെ ഭരണസമിതിയിൽ കയറിപ്പറ്റാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ BJPയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെയും MLAയുടെയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തികൾ നടത്തിയെന്ന് അവകാശപ്പെട്ടാണ് തുടർഭരണത്തിനായി LDF വോട്ട് ചോദിക്കുന്നത്.
147 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എരുമപ്പെട്ടിയിൽ നടക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന കാര്യത്തിൽ കുടിവെള്ളം, പാർപ്പിടം, റോഡുകൾ, വൈദ്യുതി, സ്ട്രീറ്റ് ലൈറ്റ്, വിദ്യാഭ്യാസ മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി അനുസരിച്ചുള്ള ഇടപെടൽ, കാർഷിക മേഖലയിലെ ഇടപെടൽ, കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമാവുന്ന പദ്ധതികൾ തുടങ്ങി ഒരു ദിവസം മുഴുവനെടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്രയും പദ്ധതികളാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐകകണ്ഠേന തീരുമാനിച്ച് നടപ്പിലാക്കിയത്. ഏകദേശം 8 കോടിയോളം രൂപ റോഡുകളുടെ നവീകരണത്തിൽ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യവും ഉണ്ടായി. പാർപ്പിട പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആയി എന്നുള്ളതും ഞങ്ങളുടെ മികച്ച നേട്ടമാണ്. പഞ്ചായത്ത് ഓഫീസ് സമുച്ചയം ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ ആശുപത്രിയും സബ് സെൻ്ററുകളുടെയും അംഗൻവാടികളുടെയും നവീകരണവും ഞങ്ങളെ മെച്ചപ്പെട്ട നിലയിലേക്ക് ആക്കുകയുണ്ടായി. 5 വർഷക്കാലത്തെ നേട്ടങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പ്രാപ്യമായി എന്ന് ഈ ഭരണസമിതിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയുന്നു. എന്നാൽ LDF ഭരണം ജനങ്ങൾക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചതെന്ന് പ്രതിപക്ഷത്തെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ MK ജോസ് അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 5 വർഷത്തെ CPM-ന്റെ ഭരണം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് അഴിമതിയിലും ദുർഭരണത്തിലും ആക്കിയതിൻ്റെ പേരിൽ വളരെയധികം പിറകോട്ടടിക്കുകയാണ് ഉണ്ടായത് വികസന കാര്യങ്ങൾ. അതിൽ ഓരോ കാര്യങ്ങളുടെ എണ്ണമിട്ട് പറയുകയാണെങ്കിൽ തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആട്ടുംകൂട് തൊഴിൽത്തന്നി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി നടപ്പാക്കിയില്ല. ഭീമമായ അഴിമതിയാണ് നടന്നത്. അഴിമതി സ്വജനപക്ഷപാതം നടന്നത്. അതിൽപ്പെട്ട ഗുണഭോക്താക്കൾ ഇന്ന് ബാങ്കിൻ്റെ ജപ്തി ഭീഷണി നേരിടുകയാണ്. ഇപ്പോൾ നിരവധി വർഷങ്ങളായിട്ടുള്ളൊരു ആവശ്യങ്ങളായിരുന്നു പൊതുമാർക്കറ്റും ബസ് സ്റ്റാൻഡും. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചില്ല. അതേമാതിരി ജലജീവൻ പദ്ധതി നടപ്പാക്കിയതിൽ ഗ്രാമീണ റോഡുകളൊക്കെ തകർന്നു. ആ തകർന്ന റോഡ് പുനരുദ്ധരിക്കാൻ യാതൊരു നടപടിയും ഒരു ഫണ്ടോ ഈ നമ്മുടെ ഭരണസമിതി മുന്നോട്ട് വയ്ക്കാണ്ടായില്ല. ലൈഫ് ഗുണഭോക്താക്കളിൽ നമ്മൾ തുച്ഛമായ വിരലിലെണ്ണാവുന്ന പേർക്കാണ് 4 ലക്ഷം രൂപയുടെ പദ്ധതി ആനുകൂല്യം കൊടുക്കാൻ പറ്റിയത്. കാരണം വെച്ചാൽ ഗുണഭോക്താക്കൾ 4 ലക്ഷം രൂപ കൈപ്പറ്റാൻ സാധിച്ചില്ല എന്ന് ചുരുക്കം. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് LDF-ന്റെ വാദം. കോൺഗ്രസിന്റെയും CPM-ന്റെയും പരസ്പര ആരോപണങ്ങളും പ്രതിഷേധ സമരങ്ങളും പലപ്പോഴും ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എരുമപ്പെട്ടിയിലെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും വളരെ കൂടുതലായിരിക്കുമെന്നതിൽ ഒട്ടും സംശയമില്ല. ഭരണം നിലനിർത്താൻ LDF-ഉം പിടിച്ചെടുക്കുവാൻ UDF-ഉം നില മെച്ചപ്പെടുത്താൻ BJP-യും എരുമപ്പെട്ടിയുടെ പോർക്കളത്തിൽ കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു. തൊടുക്കുവാനുള്ള ആരോപണങ്ങളുടെ അസ്ത്രങ്ങൾ മൂർച്ച കൂട്ടി മുന്നണികൾ ആവനാഴികൾ സൂക്ഷിച്ചിട്ടുണ്ട്. എരുമപ്പെട്ടിയുടെ അങ്കത്തട്ടിൽ ആര് വീഴും, ആര് വിജയക്കൊടി നാട്ടും, നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ വീണയുടെ തന്ത്രികളിൽ മാസ്മരിക സംഗീതം തീർത്ത് നിർമ്മല രാജശേഖരൻ ആസ്വാദക ഹൃദയം കീഴടക്കി. ത്യാഗരാജരുടെ പഞ്ചരത്ന കൃതിയായ സാധിഞ്ചനെ ആരഭി രാഗത്തിൽ അവതരിപ്പിച്ചാണ് കച്ചേരി ആരംഭിച്ചത്. തുടർന്ന് ദേവദേവ കലയാമിതേ മായാമാളവ ഗൗളയിലും ഗോകുല നിലയ കൃപാലയ കീർത്തനം ആഭേരി രാഗത്തിലും അവതരിപ്പിച്ചു. സ്വാതി തിരുനാൾ കൃതിയായ ജയ ജയ പത്മനാഭ സരസാംഗി രാഗത്തിലും മധുരമനോഹരമായി അവതരിപ്പിച്ചു. തുടർന്ന് മീര ഭജനായ മായിനെ മേദോ എന്ന ഭജൻ ദേശ് രാഗത്തിലും ആലില തുളസി എന്ന ഗാനം ഭൈരവി രാഗത്തിലും വിസ്തരിച്ച് കച്ചേരിക്ക് സമാപനം കുറിച്ചു. വയലാർ രാജേന്ദ്രൻ വയലിനിലും മുരുക ഭൂപതി മൃദംഗത്തിലും കുറിച്ചിത്താനം അനന്തകൃഷ്ണൻ ഘടത്തിലും പക്കമേളം ഒരുക്കി. യുവ സംഗീതജ്ഞ സ്വരാത്മിക ശ്രീകാന്തിന്റെ കച്ചേരി ആലാപനശുദ്ധി കൊണ്ട് ആസ്വാദകരുടെ മനം കവർന്നു. ശ്രീ രമണ വിഭോ എന്ന സ്വാതി തിരുനാൾ കൃതി ആരഭിരാഗത്തിൽ പാടിയാണ് സ്വരാത്മിക ശ്രീകാന്ത് തുടക്കമിട്ടത്. SR രാജശ്രീ വയലിനിലും ബുർറ ശ്രീറാം മൃദംഗത്തിലും ദീപു ഏലംകുളം ഘടത്തിലുമായി പക്കമേളമൊരുക്കി. പ്രസന്ന വെങ്കിട്ടരാമന്റെ കച്ചേരിയും അവിസ്മരണീയമായി. സന്താന ഗോപാലകൃഷ്ണം എന്നാരംഭിക്കുന്ന ദീക്ഷിതർ കൃതി ഖമാസ് രാഗത്തിൽ പാടിയാണ്
പ്രസന്ന വെങ്കിട്ടരാമൻ തുടക്കമിട്ടത്. വൈകിട്ട് നടക്കുന്ന വിശേഷൽ കച്ചേരിക്ക് ആസ്വാദകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സംഗീതോത്സവം 6ാം ദിവസത്തിലേക്ക് കടന്നതോടെ 1200ഓളം പേർ വേദി പങ്കിട്ടു. ചാവക്കാട് സാന്ത്വന തീരത്ത് ആയിരങ്ങൾ പങ്കെടുത്ത ഭാരത പ്രവേശന തിരുനാൾ ഭക്തി നിർഭരം. മാർ തോമാസ് ലീഹയുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950-ാം ജൂബിലി വർഷം വിപുലമായ പരിപാടികളാണ് പാലയൂർ മാർ തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഒരുക്കിയത്. രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നോവേന, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ എന്നീ ശുശ്രൂഷകൾ തീർത്ഥകേന്ദ്രത്തിൽ നടന്നു. വൈകിട്ട് 5 ബ്ലാങ്ങാട് സാന്ത്വന തീരം കപ്പേള കവാടത്തിൽ തൃശൂർ അതിരൂപത ആർച്ച് സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിലിന് സ്വീകരണം നൽകി. തുടർന്ന് പാലയൂർ തീർത്ഥകേന്ദ്രം ഇടവകയുടെ നേതൃത്വത്തിൽ പരമ്പരാഗത ക്രിസ്തീയ കലാരൂപങ്ങളുടെ അകമ്പടിയോടെ കടൽ തീരത്തേക്ക് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. മാർ തോമാസ് ലീഹായുടെ തിരുശേഷിപ്പ് കൊണ്ട് കരയും കടലും ആശീർവദിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ വള്ളം, ബോട്ട്, വല എന്നിവയും വെഞ്ചരിച്ചു. തിരുനാളിന്റെ ഭാഗമായി സാന്ത്വനതീരം കപ്പേളയിലെ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത ആർച്ച് സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം നൽകി. ചടങ്ങിൽ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ മേഖലയും ആത്മീയതയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിത്രപ്രദർശനവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഭാരത പ്രവേശന തിരുനാളിന്റെ ഭാഗമായി തൃശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സൗജന്യമായി ആരോഗ്യ പരിശോധനകളും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായി. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, സാന്ത്വനം ഡയറക്ടർ ഫാദർ ജോജു ആളൂർ, അസോസിയേറ്റ് ഡയറക്ടർ ജോസ് വട്ടാക്കുഴി, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഡിക്സൺ കൊളമ്പ്രത്ത്, തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ക്ലിൻറ്റു പാണേങ്ങാടൻ, വൈദികർ, മത്സ്യത്തൊഴിലാളികൾ, പാലയൂർ ഇടവകയിലെ വിവിധ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്തയിലേക്ക്. ശബരിമലയിൽ ഭക്തർക്കാവശ്യമായ കുടിവെള്ളം പോലും ഒരുക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെയും സ്വർണ്ണക്കൊള്ളക്കേസിന് ഉത്തരവാദികളായ മുഖ്യമന്ത്രിയും മുൻ മന്ത്രിയും MLAയുമായ കടകംപള്ളി സുരേന്ദ്രനും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നെല്ലുവായി സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, ചന്ദ്രപ്രകാശ് ഇടമന, KR രാധിക, MK ജോസ്, NK കബീർ, MM സലീം, AU മനാഫ് എന്നിവർ സംസാരിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മറ്റം നാടക പാട്ടറൈ ആർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ നടന വൈഭവം ഇരിങ്ങാലക്കുടയിൽ സമാപിച്ച റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ജനശ്രദ്ധയാകർഷിച്ച ഇനങ്ങളിലൊന്നായ മലയാള നാടക മത്സരത്തിൽ മറ്റം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാടക പാട്ടറൈ കലാകാരന്മാർ മികച്ച നേട്ടം കരസ്ഥമാക്കി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ മിഥുൻ MP ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ അജോയ് TC എന്നിവർ മികച്ച നടന്മാർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി. കൂടാതെ ചാവക്കാട് കുന്നംകുളം ഉപജില്ലാ മത്സരത്തിൽ പാലുവായ് സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ നന്ദഗോപാലൻ, ഭക്തി എന്നീ വിദ്യാർത്ഥികൾ മികച്ച നടനും നടിയുമായി. കഴിഞ്ഞ തവണ കുന്നംകുളം ഉപജില്ലയിലെ UP വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വാതിക്കിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഡിസോൺ നാടക മത്സരത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം വിവേകാനന്ദ കോളേജിലെ ശരത്ത് സ്വന്തമാക്കിയിരുന്നു. മറ്റം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാടക പാട്ടാറൈ ആർട്സ് അക്കാദമിയിലെ അഭിനയ വിഭാഗം വിദ്യാർത്ഥികളാണ് ഇവർ. നാടകം, പാട്ട്, ചിത്രരചന, മോണാക്ട്, നൃത്തം എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയും അവർക്ക് വേദിയൊരുക്കി കൊടുക്കുകയും ചെയ്യുന്ന കലാസ്ഥാപനമാണ് നാടക പാട്ടറൈ ആർട്സ് അക്കാദമി. സജീഷ് ചന്ദ്രൻ, തുളസി സജീഷ് തുടങ്ങിയവരാണ് നാടക പാട്ടറയ്ക്ക് നേതൃത്വം നൽകുന്നത്. പ്രമുഖ നാടക പ്രവർത്തകരായ അനീഷ് ആളൂർ, നവീൻ പൈനത്തടം തുടങ്ങിയവരാണ് നാടകാഭിനയ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഓരോ ഇനത്തിലും പ്രശസ്തരായ അധ്യാപകരുടെ ക്ലാസുകളും നാടക പാട്ടറയിൽ ഒരുക്കിയിരിക്കുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടക പാട്ടറൈ കലാകാരന്മാർ പങ്കെടുക്കുന്ന ഹയർ സെക്കൻഡറി നാടകം മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ലേബലിൽ പങ്കെടുക്കാൻ യോഗ്യത സ്വന്തമാക്കിയിട്ടുണ്ട്.
കായംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗംഭീര മുഴുവൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് ഭഗവത് സേവയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. വെള്ളിയാഴ്ച രാവിലെ വിളക്ക് പന്തലിൽ മഹാഗണപതി ഹോമം നടന്നു. വൈകിട്ട് 7 മണിയോടെ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ചിറമനേങ്ങാട് വാസുണ്ണി സ്വാമികളുടെ നേതൃത്വത്തിൽ പാലക്കൊമ്പം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തുടർന്ന് പൂത്താലത്തിന്റെയും വാദ്യാഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടും കൂടി നഗരപ്രദക്ഷിണം ചെയ്ത് രാത്രി 9 മണിയോടെ വിളക്കുപന്തലിലെത്തി സമാപിച്ചു. തുടർന്ന് കാണിപ്പാട്ട്, പൊലിപ്പാട്ട്, വെട്ടുംതട, തിരിയൊഴിച്ചിൽ എന്നിവയും ഉണ്ടായി. 3 നേരവും അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്രം പ്രസിഡന്റ് കെ സുബിദാസ്, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർ കെ മണികണ്ഠൻ, അക്ഷയ് രഞ്ജൻ എന്നിവർ നേതൃത്വം നൽകി. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പൂർണ്ണകായ പ്രതിമ 3 വർഷത്തിനുശേഷം തലപ്പൊക്കം വീണ്ടെടുത്തു. നവീകരണം പൂർത്തിയാക്കിയ പ്രതിമയുടെ സമർപ്പണം നാളെ നടക്കും. ആനക്കഥകളിലെ നിത്യഹരിത നായകൻ ഗജരാജൻ ഗുരുവായൂർ കേശവൻ 1976 ഡിസംബർ 2 ഏകാദശി ദിവസമാണ് ചെരിഞ്ഞത്. 1982 നവംബർ 23 പ്രശസ്ത ശില്പി MRD ദത്തന്റെ നേതൃത്വത്തിൽ കേശവൻ ചെരിഞ്ഞ സ്ഥലത്ത് അതേ രൂപത്തിലും വലുപ്പത്തിലുമുള്ള പ്രതിമ നിർമ്മിച്ച് സമർപ്പിച്ചു. കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണിച്ചപ്പോൾ 2022 നവീകരിച്ചു. എന്നാൽ പ്രതിമയ്ക്ക് കേശവനുമായി ഒരു സാമ്യവും ഇല്ലെന്ന വ്യാപക പരാതി ഉയർന്നു. ഇതേ തുടർന്ന് വീണ്ടും നവീകരിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിലാണ് വീണ്ടും നവീകരണം നടത്തിയത്. നന്ദന്റെ മകൾ നവ്യയടക്കം 12 പേർ ചേർന്ന് 4 മാസം എടുത്താണ് നവീകരണം പൂർത്തിയാക്കിയത്. കുറെ ഭാഗങ്ങൾ പൊളിച്ചുമാറ്റി 378 സെന്റിമീറ്റർ ഉയരത്തിലാണ് പ്രതിമ പുനർനിർമ്മിച്ചത്. കൊമ്പിന്റെയും തുമ്പിയുടെയും വലിപ്പം കൂട്ടി. കേശവന്റെ അനേകം ചിത്രങ്ങൾ ശേഖരിച്ച് ഭാവപ്പകർച്ചകൾ പഠിച്ചു. കണ്ണുകൾ, കൺപീലികൾ, വാൽ തുടങ്ങിയവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കാലുകൾ മാത്രം നിർത്തി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പൊളിച്ചുമാറ്റി. മസ്തകം ഉയർത്തിപ്പണിതു. ശരീരഭാഗങ്ങൾ കുറച്ചുകൂടി വിസ്തൃതമാക്കി. ഇതോടെ പുതിയ പ്രതിമയ്ക്ക് കേശവന്റെ തലപൊക്കമായതായി ആനപ്രേമികൾ സമ്മതിച്ചു. രൂപമാറ്റം വന്ന പ്രതിമയുടെ പുനർനിർമ്മാണം വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് ശില്പി നന്ദൻ എളവള്ളി പറഞ്ഞു. 10-12 ആള് അശ്രാന്തം പരിശ്രമിച്ചിട്ടാണ് ഇങ്ങനെ ആയത്. ഒരുപാട് ഫോട്ടോസുകളൊക്കെ നോക്കേണ്ടി വന്നു. പഴയ ഫോട്ടോസുകൾ, സൈഡ് വ്യൂ ഫോട്ടോ ഒന്നും കേശവനില്ല. അതുപോലെ കുറേ അധികം ബുദ്ധിമുട്ടി. വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപമാറ്റം വന്ന സാധനം വീണ്ടും തിരിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വേണ്ടി വന്നു. തല, കൊമ്പ്, കണ്ണ് ഒക്കെ എല്ലാം മാറ്റി പുതിയതാക്കി. അങ്ങനെയാണ് രൂപത്തിലായത്. എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. 10 ലക്ഷം രൂപയാണ് നവീകരണത്തിനായി വേണ്ടിവന്നത്. ഇത് തൃത്താല കൃഷ്ണാമൃതത്തിൽ മണികണ്ഠൻ നായർ എന്ന ഭക്തൻ പിതാവിന്റെ സ്മരണയ്ക്ക് വഴിപാടായി സമർപ്പിച്ചു. നവീകരണം പൂർത്തിയായ പ്രതിമ ഞായറാഴ്ച സമർപ്പിക്കും. രാവിലെ 9:30 ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ സമർപ്പണ ചടങ്ങ് നിർവഹിക്കും. നവംബർ 30 ദശമി ദിവസം ഗുരുവായൂർ കേശവൻ അനുസ്മരണവും ഗജഘോഷയാത്രയും നടക്കുന്നത് പുതിയ പ്രതിമയ്ക്ക് മുന്നിലായിരിക്കും. മരത്തങ്കോട് മാർ പിലക്സിനോസ് മെമ്മോറിയൽ UP സ്കൂളിൽ സ്പോർട്സ് പാർക്ക് പ്രാവർത്തികമായി. കേരള സംസ്ഥാന വനിതാ ക്രിക്കറ്റ് അണ്ടർ 19 ടീം അംഗം ശ്രേയ P. സിജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, അത്ലറ്റിക് എന്നിങ്ങനെ വിവിധ കായിക പരിശീലനം ലക്ഷ്യമിട്ട് മാനേജ്മെന്റാണ് സ്പോർട്സ് പാർക്കും ബാഡ്മിന്റൺ കോർട്ടും സജ്ജീകരിച്ചത്. മാനേജർ പ്രതിനിധി ഫാദർ ജോസഫ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് നൽകുന്ന സ്പോർട്സ് കിറ്റ് കുട്ടികൾക്ക് കൈമാറി. ഹെഡ്മാസ്റ്റർ ഫാദർ സജി കുളങ്ങാട്ടിൽ, സാംസ്കാരിക പ്രവർത്തകൻ വിജയൻ മാസ്റ്റർ, MPTA പ്രസിഡന്റ് ഹസീന റഫീഖ്, സ്റ്റാഫ് സെക്രട്ടറി ജിന ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. സ്പോർട്സ് കൺവീനർമാരായ അനു, റിൻസി, അധ്യാപകരായ ലീന, സീനത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ വിമല കോളേജിൽ വെച്ച് നടന്ന കാലിക്കറ്റ് ഇന്റർ യൂണിവേഴ്സിറ്റി വുമൺ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 59 കിലോഗ്രാം വിഭാഗത്തിൽ MR റെനീസ സ്വർണം നേടി. തൃശൂർ വിമല കോളേജിൽ ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ്. ആദൂർ മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങൾ, നൌഷിജ ദമ്പതികളുടെ മകളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ടീമിലേക്ക് റെനീസയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കാണിപ്പയ്യൂർ സ്വദേശിയായ 16 വയസ്സുകാരനെ കാണാനില്ലെന്ന് പരാതി. ചെമ്പത്തയിൽ വീട്ടിൽ സിബീഷിന്റെ മകൻ 16 വയസ്സുള്ള മുഹമ്മദ് അൻസാഹിനെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ കാണാതായത്. വീട്ടിൽ നിന്നും കുന്നംകുളത്തേക്കാണെന്ന് പറഞ്ഞിറങ്ങിയ വിദ്യാർത്ഥി വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. വിവരം ലഭിക്കുന്നവർ 0488 22 22 11 97 44 11 11 00 എന്നീ നമ്പറുകളിൽ അറിയിക്കുക.
പുതുശ്ശേരി അയ്യങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തി നിർഭരമായി. പുതുശ്ശേരി ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ അകമല MK ശ്രീധരൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള വിളക്കു പാർട്ടിയാണ് വിളക്കാഘോഷത്തിന് നേതൃത്വം നൽകിയത്. മാളികപ്പുറങ്ങൾ കൈലേന്തിയ താലങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന്റെയും അകമ്പടിയോടെ വിളക്ക് ഘോഷയാത്ര അയ്യങ്കുളങ്ങര ക്ഷേത്രത്തിനു മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ വിളക്കുപന്തലിൽ എത്തി സമാപിച്ചു. തുടർന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത പ്രസാദൂട്ടിന് ശേഷം വിളക്കുപന്തലിൽ ഉടുക്കുപാട്ട് അരങ്ങേറി. പുലർച്ചെ നടന്ന കാണിപ്പാട്ട്, കനലാട്ടം, വെട്ടുംതട തുടങ്ങിയ ആചാര പ്രകടനങ്ങളോടെ വിളക്കാഘോഷത്തിന് പരിസമാപ്തിയായി. അയ്യപ്പ സേവാ സംഘം ഭാരവാഹികളായ ഷില്ലേഷ് പൊന്നരാശ്ശേരി, PC ഷാജി, മുരളീധരൻ പൂവത്തിങ്കൽ, PS വിനു, CS ജിജി എന്നിവർ ദേശവിളക്കാഘോഷത്തിന് നേതൃത്വം നൽകി. ശക്തമായ ഇടിമിന്നലിൽ മമ്മിയൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നാശനഷ്ടങ്ങൾ. ഇന്നലെയുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ മമ്മിയൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന മൂത്തേടത്ത് വീട്ടിൽ രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രോഹിത് എന്ന മിനി മാർക്കറ്റിലെ CCTV ക്യാമറകൾ, കമ്പ്യൂട്ടർ, ഫാൻ എന്നിവയാണ് നശിച്ചത്. വലിയ ശബ്ദത്തോടെയാണ് ഇവ പ്രവർത്തനരഹിതമായത്. സമീപത്തുള്ള താമരശ്ശേരി വീട്ടിൽ സന്തോഷിന്റെ വാച്ചുകടയിലെ ഫാനും വടക്കുംപാട്ട് അനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ആദിത്യ ടീ സ്റ്റാളിലെ ഫാനും നശിച്ചു. ഈ സമയത്ത് സ്ഥാപനങ്ങളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങളില്ല. രാത്രി 11:30യോടുകൂടിയാണ് സംഭവം. രാത്രി ഒരു 12:30 മഴ ഭയങ്കര പൊട്ടിത്തെറിക്കായിരുന്നു. ആളപായൊന്നുമില്ല. ഫാൻ പോയിട്ടുണ്ട്, കമ്പ്യൂട്ടർ, ക്യാമറ. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുക, ആന്റിബയോട്ടിക് മരുന്നുകളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക, കൗമാര പെൺകുട്ടികളുടെ ആരോഗ്യ പരിപാലനവും മാനസിക സുരക്ഷയും എന്നീ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സിന്ധു S പുലിക്കോട്ടിൽ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ടിൻഡ തമ്പി, കുടുംബാരോഗ്യ കേന്ദ്രം ഫാർമസിസ്റ്റ് ഡോക്ടർ ആശ ചാക്കോ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്സി, VL ബിജു, TS ശരത്ത്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വിനീത ഫ്രിനോജ് തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്തയെ ആർത്താറ്റ് അരമനയിലെത്തി സൗഹൃദ സന്ദർശനം നടത്തി. നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ, മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, PU ഷാജൻ, കരീം പന്നിത്തടം, ഡോക്ടർ സുബൈർ മേഡമൽ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. യുവത്വത്തെ നശിപ്പിക്കുന്നതും സമൂഹത്തെ ദുഷിപ്പിക്കുന്നതുമായ ലഹരി ഉപയോഗം ഉപേക്ഷിക്കുക എന്ന സന്ദേശവുമായി സൈക്കിൾ റാലിയും കൂട്ടയോട്ടവും നടത്തി. പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രവും പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളും സംയുക്തമായി നടത്തിയ സൈക്കിൾ റാലിയും കൂട്ടയോട്ടവും ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പ്രവീൺ ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ലിൻസ്, പ്രിൻസിപ്പാൾ ജനീർലാൽ, PTA പ്രസിഡന്റ് അലി എന്നിവർ സംസാരിച്ചു. ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരും അധ്യാപകരും ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിക്കും കൂട്ടയോട്ടത്തിനും നേതൃത്വം നൽകി. YMCA അഖില കേരള ബാല ചിത്രരചനാ മത്സരം 2025 കുന്നംകുളം YMCA ഹാളിൽ നടന്നു. പ്രകൃതിയോടൊപ്പം ജീവിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ചിത്രരചന സംഘടിപ്പിച്ചത്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള 400ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. കുന്നംകുളം സെന്റ് തോമസ് കിഴക്കേ പുത്തൻപള്ളി വികാരി ഫാദർ TC ജേക്കബ് ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. YMCA കുന്നംകുളം പ്രസിഡന്റ് CU ബെന്യാമിൻ, സെക്രട്ടറി TC സജു, വൈസ് പ്രസിഡന്റ് PK സാം, ഡയറക്ടർമാരായ അനിൽ സാമുവൽ, ജിജു ജേക്കബ്, സിബിൻ വർഗീസ്, ജോഷി തരകൻ, VK ബെന്നി, T ജോബിൻസ് പീറ്റർ, നാഷണൽ മെമ്പർ സാംസി തോമസ് എന്നിവർ നേതൃത്വം നൽകി.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക നേതാവ് എം.ഒ. ജോൺ അനുസ്മരണം നടത്തി. വെസ്റ്റ് മങ്ങാട് യൂണിറ്റ് ഓഫീസിൽ ജോമിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു ഭാരതിയൻ, ജോയിന്റ് സെക്രട്ടറി സിരീഷ്, ട്രഷറർ രാജഗോപാലൻ, അംഗങ്ങളായ ബാബു, ഷിജോ, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ഞൂർ സ്വദേശിക്ക് MA കൗൺസിലിംഗിൽ 1ാം റാങ്ക്. തൊഴിയൂർ ചീരൻ വീട്ടിൽ റോബ്സൺ ചീരനാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1ാം റാങ്ക് നേടിയത്. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ്, പെരുമ്പിലാവ് PG കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിലെ വിദ്യാർത്ഥിനി റിസ്വാന അബ്ദുൽ ഖാദറിന് കാലിക്കറ്റ് സർവകലാശാലയുടെ MCOM പരീക്ഷയിൽ 1ാം റാങ്ക് നേടി. കരിക്കാട് മാങ്കുന്നത്ത് വീട്ടിൽ അബ്ദുൽ ഖാദർ റസിയ ദമ്പതികളുടെ മകളാണ്. ബാച്ചിലർ ഓഫ് കൊമേഴ്സ് പരീക്ഷയിൽ 3ാം റാങ്കും കരസ്ഥമാക്കിയിരുന്നു. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ യൂത്ത് മൂവ്മെന്റ് കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സൗജന്യ തിമിര രോഗനിർണയ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. സെന്റ് സെബാസ്റ്റ്യൻ യൂത്ത് മൂവ്മെന്റ് ഹാളിൽ വെച്ച് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഗുരുവായൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ജാഗ് അധ്യക്ഷനാകും. പഞ്ചായത്ത് അംഗം രമാബാബു, എക്സ് കേച്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VA കൊച്ചുലാസർ തുടങ്ങിയവർ സംബന്ധിക്കും. പരിശോധനയിൽ തിമിരം സ്ഥിരീകരിക്കുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയ, ലെൻസ്, യാത്ര, ഭക്ഷണം എന്നിവ തികച്ചും സൗജന്യമായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,535 രൂപ, പവന് 92,280 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 163 രൂപ. ചരമം ചൊവ്വന്നൂർ വൃന്ദാവൻ സ്ട്രീറ്റിൽ പ്ലാക്കൽ ഇട്ടു ഭാര്യ താണ്ടക്കുട്ടി നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സിംഹാസനപ്പള്ളി സെമിത്തേരിയിൽ നടന്നു. തോമസ്, ടിജോയ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്തെ 23,576 തദ്ദേശ വാർഡുകളിലേക്കുമായി മത്സരിക്കാൻ ലഭിച്ചത് 1,80,550 പേരുടെ പത്രികകൾ. ഇതിൽ 57,227 പേർ സ്ത്രീകളും 51,352 പേർ പുരുഷന്മാരും. സൂക്ഷ്മ പരിശോധനയും പൂർത്തിയായി. തിങ്കളാഴ്ച പത്രിക പിൻവലിക്കാനുള്ള അവസരം. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ സൂക്ഷ്മ പരിശോധനയിൽ 2 പേരുടെ പത്രിക തള്ളി. മണലാകുന്ന ഡിവിഷൻ LDF സ്ഥാനാർത്ഥി സബിത സദാനന്ദൻ, എടക്കഴിയൂർ ഡിവിഷൻ BJP സ്ഥാനാർത്ഥി MC സബിത എന്നിവരുടെ പത്രികയാണ് തള്ളിയത്. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പൂർണ്ണകായ പ്രതിമ 3 വർഷത്തിനുശേഷം തലപ്പൊക്കം വീണ്ടെടുത്തു. നവീകരണം പൂർത്തിയാക്കിയ പ്രതിമയുടെ സമർപ്പണം നാളെ നടക്കും. ചാവക്കാട് സാന്ത്വന തീരത്ത് ആയിരങ്ങൾ പങ്കെടുത്ത ഭാരത പ്രവേശന തിരുനാൾ ഭക്തി നിർഭരം. മാർത്തോമാ ശ്ലീഹയുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950 ജൂബിലി വർഷത്തിൽ പാലിയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഒരുക്കിയത് വിപുലമായ പരിപാടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.